അള്ളാന്റെ റസൂൽ അതുവരെ ഖുത്ബ ഓതിയിരുന്ന ഈത്തപ്പന മട്ടല് ഒരു കൊച്ചുകുട്ടിയെ പോലെ വിതുമ്പി വിതുമ്പി കരയുക. എന്തിനാണത് കരയുന്നത്? കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ ഹബീബായ മുത്തുനബി തങ്ങളുടെ ഷറഫാക്കപ്പെട്ട കാല് വെച്ച് ഖുത്ബ ഓതിയിരുന്ന മിമ്പറാണ് ഈത്തപ്പന മട്ടൽ. ഇന്ന് മുത്തുനബിയുടെ ഷറഫാക്കപ്പെട്ട കാല് എൻ്റെ മുഖത്ത്, എൻ്റെ ശരീരത്തിൽ പതിയുന്നില്ലല്ലോ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع. أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داع. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع. എല്ലാ അഹ്ലു ബൈത്തിനോടുള്ള മഹബത്താണ്. നബിതങ്ങൾ അഹ്ലു ബൈത്തിനോട് കൽബിൽ മഹബത്തില്ലേ? അയാൾക്ക് നബിതങ്ങളോട് മഹബത്തില്ല. ഫാത്തിമ ബീവിയോട് കൽബിൽ മഹബത്ത് വരുന്നില്ലേ? അയാൾക്ക് നബിതങ്ങളോട് മഹബത്തില്ല. ഫാത്തിമ ബീവിയുടെ പുന്നാര മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, അവരോട് കൽബിൽ മഹബത്ത് വരുന്നില്ലേ? നമ്മുടെ കൽബിൽ ഈമാൻ കുറവാണ്, നബിതങ്ങളോട് മഹബത്തില്ല. അവരിലൂടെ ലോകത്ത് പരന്ന് കിടക്കുന്ന മഹാന്മാരായ സാദാത്യങ്ങളുണ്ടല്ലോ, അഹ്ലു ബൈത്തുണ്ടല്ലോ, അവരോട് നമുക്ക് മഹബത്തില്ലേ? എങ്കിൽ നമ്മുടെ കൽബിൽ റസൂലുള്ളാഹിനോട് മഹബത്തില്ല. അവ നബിതങ്ങളോട് മഹബത്ത് വേണോ? നബിതങ്ങൾ നമ്മളെ തിരിച്ചറിയണോ? നബിതങ്ങളെ കൊണ്ട് നമുക്ക് രക്ഷപ്പെടണോ? നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ കൈകളിൽ നിന്ന് നമുക്ക് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള സൗഭാഗ്യം വേണോ? മഹാന്മാരായ അഹ്ലു ബൈത്തിനെ മഹബത്ത് വെക്കണേ ഉമ്മമാരെ. ഒരഹ്ലു ബൈത്തിനെയും നമ്മൾ ചീത്ത പറയണ്ട, ഒരഹ്ലു ബൈത്തിനെയും നമ്മൾ വില കുറച്ച് കാണണ്ട.
അത് സാധാരണക്കാരായ അഹ്ലുബൈത്താകട്ടെ, ആലിമീങ്ങളായ അഹ്ലുബൈത്താകട്ടെ, കാണാൻ വലിപ്പമുണ്ടാവട്ടെ, കാണാൻ വലിപ്പമുണ്ടാവാതിരിക്കട്ടെ, ചെറിയ കുട്ടിയായ ഒരു അഹ്ലുബൈത്താവട്ടെ, അഹ്ലുബൈത്താണോ ഒരഹ്ലുബൈത്തിനെയും നമ്മുടെ നാവ് കൊണ്ട് വേദനിപ്പിക്കരുത്. ഒരഹ്ലുബൈത്തിനെയും നമ്മുടെ നാവ് കൊണ്ട് ചീത്ത പറഞ്ഞു പോകരുത്. ഒരഹ്ലുബൈത്തിനെയും നമ്മൾ കളിയാക്കരുത്. ഒരഹ്ലുബൈത്തിനെയും നമ്മൾ പരിഹസിക്കരുത്. അഹ്ലുബൈത്തിനെ കാണുമ്പോൾ ഇത് നബിതങ്ങളുടെ പേരക്കുട്ടികളാണ്, നബിതങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ്, അവിടുത്തെ രക്തമോടുന്നവരാണ്. അവരെ കൈപിടിച്ച് മുത്തുകയും ചുംബിക്കുകയും അവരുടെ കൈതലയിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യിപ്പിക്കുകയും ചെയ്യുക. അതാണ് ഈമാനുണ്ടെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യന് വേണ്ടത്. അവർക്ക് നബിതങ്ങളോട് മഹബ്ബത്തുണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ നബിതങ്ങളോട് മഹബ്ബത്തുണ്ടാവുകയില്ല. അതാണ് മഹാന്മാർ എണ്ണിയത്. നബിതങ്ങളെ മഹബ്ബത്തുണ്ടോ ഒരാൾക്കെന്ന് മനസ്സിലാകണമെങ്കിൽ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് മഹബ്ബത്തു അഹ്ലി ബൈത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മൾ മുറുകെ പിടിക്കണം. 2 ദിവസം നമ്മൾ ഈ മഹല്ല് ജമാഅത്തിൻ്റെ കീഴിൽ വിപുലമായ പരിപാടി റസൂലുള്ളാഹിന്റെ പേരിൽ ഇവിടെ നടക്കുമ്പോൾ നമ്മൾ ഉറപ്പിക്കേണ്ട ഒരു പ്രതിജ്ഞയാണ് അഹ്ലുബൈത്തിനോടുള്ള നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത്. അഹ്ലുബൈത്തിനെ സ്നേഹിച്ചാൽ അത് റസൂലുള്ളാഹിനെ സ്നേഹിച്ചതുപോലെയാണ്, നബി തങ്ങളെ ഇഷ്ടപ്പെട്ടതുപോലെയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു അഹ്ലുബൈത്തിനോട് വെറുപ്പ് കൽബിൽ വെച്ചാൽ അത് നബി തങ്ങളോട് വെറുപ്പുള്ളതുപോലെയാണ്. അപ്പോൾ ഈ സദസ്സിലിരിക്കുന്ന എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദരങ്ങളോടും ഉമ്മമാരോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ആ ഒരു ഗുണമുള്ളവരായി നമ്മൾ മാറണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഗുണമാണത്. അതുകൊണ്ടാണ് ഇവിടുത്തെ മഹല്ല് ജമാഅത്ത് ഇന്നലെയും ഇന്നൊക്കെ സമാപന ദുആക്ക് മഹാന്മാരായ സാദാത്യങ്ങളെ കൊണ്ടുവരുന്നത്. അവർ 2 കലിമത്ത് ദ്വാർന്നാൽ മതി, ആ ദുആ വലിയ ഉത്തരമുള്ള ദുആണ്. നമ്മൾ കുറേ ദ്വാർക്കുന്നതിന് പകരം നബിതങ്ങളെ പേരക്കുട്ടികൾ 2 കലിമത്ത് ദ്വാർന്നാൽ മതി, അത് വലിയ ഉത്തരമുള്ള ദുആണ്. അപ്പോൾ ഇന്ന് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ദ്വാർക്കുമ്പോൾ ഇന്നലെ ദ്വാർക്കുമ്പോൾ വളരെ കൽബറിഞ്ഞുകൊണ്ടുള്ള ആമീൻ പറയാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. 2ാമത്തെ കാര്യം മഹാന്മാർ പഠിപ്പിച്ചു. 2ാമത്തെ കാര്യം ഏതാണ്? നബിതങ്ങളോട് മഹബ്ബത്തുണ്ട് എന്ന് ഒരാൾക്കുണ്ടെങ്കിൽ 2ാമത്തെ കാര്യം ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സലാത്ത് അധികരിപ്പിക്കലാണ്. അതാണ് എൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്. ഈ വേദിയിൽ റസൂലുള്ളാഹി തങ്ങളുടെ പേര് ധാരാളം പറയുമ്പോൾ നമ്മൾ സലാത്ത് അങ്ങനെ ചൊല്ലിക്കൊണ്ടേ ഇരുന്നാൽ ഈ പരിപാടി അവസാനിക്കുമ്പോൾ ഒരുപാട് സലാത്ത് എല്ലാം കഴിയും. അപ്പോൾ റസൂലുള്ളാഹി തങ്ങളെ മഹബ്ബത്തുണ്ട് എന്നതിൻ്റെ 2ാമത്തെ ഗുണം മഹാന്മാർ പഠിപ്പിക്കുന്നു. ഇക്സാറുസ്സലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സലാത്ത് ധാരാളം ധാരാളം ചൊല്ലലാണ്. സലാത്ത് ചൊല്ലാൻ നമുക്ക് തടസ്സങ്ങളൊന്നുമില്ല, എപ്പോഴും ചൊല്ലാവുന്നതാണ്. ബാത്റൂമിൽ പോകുന്ന സമയമൊഴിച്ച്, അതുപോലുള്ള വിഷയങ്ങളൊഴിച്ച് ബാക്കിയുള്ള സമയങ്ങൾ മുഴുവനും, ഒഴിവ് കിട്ടുന്ന സമയങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് അധികരിപ്പിക്കലാണ്. 3ാമത്തെ വിഷയം കൂടി ഞാൻ പറയട്ടെ. 3ാമത്തെ വിഷയം മഹാന്മാർ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നബി തങ്ങളുടെ മദ്ഹ് പറയുന്ന സദസ്സുകളിൽ ഒരുമിച്ച് കൂടലാണ്, അതിൽ സന്തോഷിക്കലാണ്. അതിനു വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയത്. നബി തങ്ങളെ മദ്ഹ് പറയാനും പാടാനുമാണ്. നമ്മളും ഇന്നത് കുറച്ച് മദ്ഹ് പറയാൻ വേണ്ടിയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്.
അങ്ങനെയുള്ള സദസ്സുകളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക, ഭക്ഷണം കൊടുക്കുക, നബി തങ്ങളുടെ പേരിൽ മൗലിദ് ഓതുക എന്നത് ഏറെ പുണ്യമുള്ള കാര്യമാണ്. നബി തങ്ങളോട് മഹബ്ബത്തുള്ളവർ പ്രകടിപ്പിക്കുന്ന കാര്യമാണ്. ബഹുമാനപ്പെട്ട അബൂ ആമിറുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഭാര്യയെയും മക്കളെയും ഒക്കെ വിളിച്ചു കൂട്ടിയിട്ട് കുടുംബങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടി നബി തങ്ങളെ മൗലിദ് ഓതുകയാണ്. വീട്ടിലിങ്ങനെ മൗലിദ് ഓതുകയാണ്. ആ സദസ്സിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നു. നബി തങ്ങൾ കടന്നു വന്നപ്പോൾ അബൂ ആമിർ റളിയല്ലാഹു അൻഹു ആ പരിപാടി അവിടെ അങ്ങ് നിർത്തിക്കളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞു, അബൂ ആമിറേ, ഞാൻ വരുമ്പോൾ കേട്ടിരുന്ന എൻ്റെ മധുഹുണ്ടല്ലോ, അത് ഇനിയും തുടർന്നു കൊള്ളുക, പാടിക്കൊള്ളുക. അബൂ ആമിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ നടത്തുന്ന മൗലിദ് പോലെ കുടുംബങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടി ഭക്ഷണം ഒരുക്കി ഇതിങ്ങനെ പാടുകയാണ്. സന്തോഷം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഓ അബൂ ആമിറേ, വൽ മലായികത്തു കുല്ലുഹും യസ്തഗ്ഫിറൂന ലക്. എൻ്റെ മദ്ഹ് പാടുന്ന, എൻ്റെ മദ്ഹ് പറയുന്ന ഈ സദസ്സുണ്ടല്ലോ, മലായികത്ത് ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന സദസ്സാണ്, മലായികത്തിൻ്റെ റഹ്മത്തുള്ള സദസ്സാണ്, മലായികത്ത് ഇറങ്ങുന്ന സദസ്സാണ്. നമ്മൾ ഇവിടെ ഇരിക്കുന്നത് മലായികത്ത് ഇറങ്ങുന്ന സദസ്സിലാണ്, റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടുന്ന സദസ്സാണ്. ഇവിടെ മലായികത്തിന്റെ സാന്നിധ്യമുണ്ടാകുമെന്ന് പഠിപ്പിച്ചു തന്നത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, അതബോടുകൂടെയാണ് ഈ സദസ്സിലിരിക്കേണ്ടത്. ഈ സദസ്സിന്റെ മര്യാദകൾ പാലിച്ചുകൊണ്ടാണ് ഈ സദസ്സിലിരിക്കേണ്ടത്. ഇവിടെ റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടുന്ന സദസ്സായതുകൊണ്ട് തന്നെ മലായികത്തിന്റെ സാന്നിധ്യമുള്ള സദസ്സാണ്. ഈ സദസ്സുകൊണ്ട് ബറക്കത്തെടുക്കുന്നവരാകണം നമ്മൾ. നബി തങ്ങളെ നമുക്ക് നേരിൽ കാണാൻ ഭാഗ്യമുണ്ടായിട്ടില്ല, കണ്ടവരെ കാണാനും നമുക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല. എത്രയോ പിൽക്കാലത്ത് ജീവിക്കുന്നവരാണ് നമ്മൾ. പിന്നെ നമുക്കുള്ള അഭയമെന്ന് പറയുന്നത് നബി തങ്ങളുടെ പേരിൽ നടത്തുന്ന ഇതുപോലുള്ള സദസ്സുകളാണ്. ഇതുകൊണ്ട് ബറക്കത്തെടുക്കലാണ്. മഹാന്മാരായ സ്വഹാബത്ത് നബി തങ്ങളെ എങ്ങനെ ബറക്കത്തെടുത്തോ അങ്ങനെ നമ്മളെ കൽബ് കൊണ്ട് വിശ്വസിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സർവചരാചരങ്ങളും തിരിച്ചറിഞ്ഞിരുന്നു. മരങ്ങൾ നബി തങ്ങൾ വിളിച്ചാൽ ഓടി വന്നിരുന്നു. നബി തങ്ങളോട് കല്ലുകൾ സലാം പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മൃഗങ്ങൾ സങ്കടം പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മേഘം നേരിട്ടിരുന്നു. അങ്ങനെ സർവചരാചരങ്ങളും ബഹുമാനിച്ചിരുന്ന നബിയാണ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു സഹോദരി ഒരു ദിവസം മദീനത്തെ പള്ളിയിൽ വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, അവിടത്തേക്കൊരു മിമ്പർ കൊണ്ടുവന്നു തരട്ടെ നബിയെ. ഞാൻ എൻ്റെ മകൻ ഒരു ആശാരിയാണ്, നജ്ജാറാണ്, അതുകൊണ്ടൊരു മിമ്പർ കൊണ്ടുവന്നു തരട്ടെ നബിയെ. അള്ളാഹുവിൻ്റെ ഹബീബ് മറുപടി പറഞ്ഞു, കൊണ്ടുവന്നോളൂ. അതുവരെ നബി തങ്ങൾ ഖുത്ബ ഓതിയിരുന്നത് ഈത്തപ്പന മട്ടലിൻ്റെ മുകളിൽ കയറിയുന്നുകൊണ്ടാണ്. അതിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുത്ബ ഓതിയിരുന്നത്. ഈത്തപ്പന മട്ടൽ കൊണ്ട് നിർമ്മിച്ച മിമ്പറിൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുത്ബ ഓതിയിരുന്നത്. അതിനിടക്കാണ് ഒരു സഹോദരി വന്നിട്ട് ചോദിക്കുന്നു, നബിയെ, എൻ്റെ മകൻ ആശാരിയാണ്, നജ്ജാറാണ്, അതുകൊണ്ട് അവിടത്തേക്ക് ഖുത്ബ ഓതാൻ ഒരു മിമ്പർ കൊണ്ടുവന്നു തരട്ടെയോ നബിയേ.
അള്ളാന്റെ ഹബീബ് പറഞ്ഞു കൊണ്ടുവന്നോളൂ. ആ നബിതങ്ങളെ മഹബത്ത് വെക്കുന്ന ഉമ്മ നബിതങ്ങൾക്ക് ആ മിമ്പർ കൊണ്ടുവന്നു കൊടുത്തു. മദീനത്തെ പള്ളിയിൽ ആ മിമ്പർ കൊണ്ടുവന്നു വെച്ചു. പഴയ ഈത്തപ്പന മട്ടലിന്റെ മിമ്പർ പള്ളിയുടെ പുറത്തേക്ക് എടുത്തു വെക്കുന്നു. ആ വെള്ളിയാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുതിയ മിമ്പറിന്റെ മുകളിൽ കയറി ഖുത്ബ നിർവഹിക്കുകയാണ്. ആ ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ മദീനത്തെ പള്ളിയുടെ പുറത്ത് നിന്നൊരു കൊച്ചുകുട്ടിയുടെ കരച്ചിൽ കേൾക്കുകയാണ്. മഹാന്മാരായ സ്വഹാബത്ത് അതിശയത്തോടുകൂടെ നോക്കി, ആരാണ് കരയുന്നത്? ആരാണ്? ചെറിയ കുട്ടികൾ, മനുഷ്യ കുട്ടികൾ കരയുന്നത് പോലെ ഒരു ചെറിയ കരച്ചിൽ ഇങ്ങനെ കേൾക്കുന്നു. മഹാന്മാരായ സ്വഹാബത്ത് പോയി നോക്കും. ഈ വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണീറ്റ് ചെന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അവിടുന്ന് കൂട്ടിപ്പിടിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഫാത്തിമ ബീവിയുടെ പ്രത്യേകതകൾ പറയുന്ന കൂട്ടത്തിൽ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുകയാണ്. എന്താണ് ഫാത്തിമ ബീവിയുടെ പ്രത്യേകത? കുഞ്ഞാ സുവാജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്തമഅനാ ഇൻദ. ഞങ്ങൾ അള്ളാന്റെ റസൂലിന്റെ ഭാര്യമാരൊക്കെ റസൂലുള്ളാന്റെ അടുത്ത് ഇങ്ങനെ ഒരു ദിവസം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഖദീജ ഉമ്മയൊഴിച്ച്, ഖദീജ ഉമ്മ വഫാത്തായതിന്റെ ശേഷമുള്ള സംഭവമാണ്. ഫജാഅത്ത് ഫാത്തിമത്തു, ഫാത്തിമ ബീവി കടന്നു വന്നു. എന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, തംഷി. ആയിഷ ബീവി, ഫാത്തിമ ബീവിയുടെ പ്രത്യേകത, ഫാത്തിമ ബീവിയുടെ നടത്തം മശീയത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെയാണ് ഫാത്തിമ ബീവിയുടെ നടത്തം എന്ന് പറയുന്നത്. അപ്പൊ ഫാത്തിമ ബീവി നബിതങ്ങൾ ഇരിക്കുന്ന സദസ്സിലേക്ക് കടന്നു വന്നു. ഫലമ്മാ റആഹാ റഹബ ബിഹാ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കടന്നു വന്നപ്പോൾ നബിതങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. അവിടുന്ന് എണീറ്റ് ചെന്നിട്ട് മർഹബം ബിബിനത്തി, എൻ്റെ മകളെ സ്വാഗതം എന്ന് പറഞ്ഞ് അവിടുത്തെ കെട്ടിപ്പിടിച്ചു. ഫാത്തിമ ബീവിയെ കെട്ടിപ്പിടിച്ചു. നബിതങ്ങൾക്ക് അടങ്ങാത്ത മഹബത്തായിരുന്നു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട്. പുന്നാര മകളോട് നബിതങ്ങളെ കൽബിൽ വല്ലാത്ത മഹബത്തായിരുന്നു. അങ്ങനെയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്, നബിതങ്ങളെ വീടിൻ്റെ അടുത്തേക്ക് നബിതങ്ങൾ കൊണ്ടുവരുന്നത്. എപ്പോഴും മകളെ കാണാൻ വേണ്ടി. പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത മഹബത്തായിരുന്നു മകളോട്. ഫാത്തിമത്തു ബിദ്അത്തും മിന്നി, ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബീവി കടന്നു വന്നപ്പോൾ ഫാത്തിമ ബീവിയുടെ കൈ പിടിച്ചു കൊണ്ടുവന്ന് നബി തങ്ങളുടെ വലതുഭാഗത്തിരുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഹബീബായ മുത്തുനബി തങ്ങള് ഭാര്യമാരൊന്നും കേൾക്കാതെ ഫാത്തിമ ബീവിയുടെ ചവിട്ടിലൊരു സ്വകാര്യം പറഞ്ഞു കൊടുത്തു. ഈ സ്വകാര്യം അങ്ങ് കേട്ടപ്പോൾ ഫബക്കത്ത്, ഫാത്തിമ ബീവി വിതുമ്പി വിതുമ്പി കരഞ്ഞു. ആയിഷ ബീവി അവിടെയുണ്ട്, ഹഫ്സ ബീവി ഉണ്ട് അവിടെ. മഹദികളായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ഭൂരിഭാഗവും അവിടെയുണ്ട്. അവിടെ ഇരുത്തിക്കൊണ്ടാണ് മകളോട് ഷഫീഉൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വകാര്യം പറയുന്നത്. അങ്ങനെ സ്വകാര്യം പറഞ്ഞപ്പോൾ ഫാത്തിമ ബീവിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകി.
രണ്ടാമത്തെ ചവിട്ടിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമതൊരു സ്വകാര്യം കൂടി പറഞ്ഞു പുന്നാര മകളോട്. ഫളഹിക്കത്ത്. ആ സ്വകാര്യം കേട്ടപ്പോൾ ഫാത്തിമ ബീവി ചിരിച്ചു. ഒന്നാമത്തെ സ്വകാര്യം കേട്ടപ്പോൾ ഫാത്തിമ ബീവി കരഞ്ഞു. രണ്ടാമത്തെ സ്വകാര്യം കേട്ടപ്പോൾ കരഞ്ഞ ഫാത്തിമ ബീവി പുഞ്ചിരിച്ചു. ഫലമ്മ കാമ ഖുൽതു ലഹാ. ആയിഷ ബീവി പറയാണ്, അള്ളാന്റെ റസൂൽ അവിടുന്ന് എണീറ്റപ്പോൾ ഞാൻ മെല്ലെ ഫാത്തിമ ബീവിയുടെ അടുത്ത് ചെന്നിരുന്നു. ഞാൻ ഫാത്തിമ ബീവിയോട് ചോദിച്ചു, ഹസ്സക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്സിരി വഅൻതി തബ്കീൻ. അള്ളാന്റെ റസൂൽ ഞങ്ങളോടൊന്നും പറയാതെ എന്ത് സ്വകാര്യമാണ് ഫാത്തിമ നിന്നോട് പറഞ്ഞത്? ആ സ്വകാര്യം കേട്ടപ്പോൾ എന്തിനാണ് നീ വിതുമ്പി വിതുമ്പി കരഞ്ഞത്? ആയിഷ ബീവി പറയാണ്, അതുകൊണ്ട് തന്നെ ആ സ്വകാര്യം എന്താണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം. ഫാത്തിമ ബീവി അപ്പോൾ മറുപടി പറഞ്ഞു, മാ കുന്തു, ഞാൻ ഒരിക്കലും അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് പറഞ്ഞു തന്ന രഹസ്യം ഞാൻ പുറത്തു പറയുകയില്ല. നബി തങ്ങൾ എന്നോട് മാത്രമാണല്ലോ പറഞ്ഞത്. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കെ നിങ്ങളെയൊന്നും കേൾപ്പിക്കാതെ എൻ്റെ ഈ ചെകിടത്തും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് മാത്രമാണല്ലോ സ്വകാര്യം പറഞ്ഞത്. അഹ്ലു ബൈത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സംഭവം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ രഹസ്യം ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഫാത്തിമ ബീവിയുടെ മറുപടിയാണ് ആയിഷ ബീവിയോട്. അള്ളാന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. എന്താണ് അന്ന് ഫാത്തിമ ബീവിയോട് അള്ളാന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ രഹസ്യം എന്താണെന്ന് അന്ന് മുതൽ എൻ്റെ മനസ്സിലുള്ളതാണ്. ആയിഷ ബീവി പറയുകയാണ്, അന്ന് ഞാനും കൂടെയുള്ള എൻ്റെ റസൂലുള്ളാഹിന്റെ മറ്റു ഭാര്യമാരും കൂടെ ഇരിക്കുമ്പോൾ ഫാത്തിമ ബീവിയോട് അള്ളാഹിന്റെ റസൂല് പറഞ്ഞ സ്വകാര്യം ഏതാണെന്ന് എനിക്കറിയാൻ ഏറെ ആഗ്രഹമുണ്ട്. റസൂലുള്ള വഫാത്തായിപ്പോയി. ഫാത്തിമ ബീവിയാണെങ്കിലോ ഏറെ വിഷമത്തിലാണ്. ഹബീബായ മുത്തുനബി തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ഫാത്തിമ ബീവിക്ക് ഏറെ വിഷമമാണ്. സങ്കടപ്പെട്ടിരിക്കുന്ന ഫാത്തിമ ബീവിയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ല ഫാത്തിമ, അന്ന് ഞങ്ങളൊക്കെ കൂടിയിരിക്കുമ്പോൾ അള്ളാന്റെ റസൂല് നിങ്ങളുടെ ചെകിടത്ത് സ്വകാര്യം പറഞ്ഞല്ലോ, ആ സ്വകാര്യം ഒന്ന് എനിക്ക് പറഞ്ഞു തരുമോ? മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ സ്വകാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്നാമത് ഞാൻ ചെന്നപ്പോൾ എന്നെ കൈപിടിച്ച് വലതു ഭാഗത്തിരുത്തി എൻ്റെ ചവിട്ടിൽ റസൂലുള്ള പറഞ്ഞ ഒന്നാമത്തെ സ്വകാര്യം ഫഫിൽ മർഅത്തിൽ ഊലാ പറയണം, ശരിക്കും ശ്രദ്ധിക്കണം. ഹബീബായ മുത്തുനബി തങ്ങൾ പറയുകയാണ്, ഒന്നാമത്തെ സ്വകാര്യം എന്താണെന്നറിയുമോ? ജിബ്രീൽ അലൈഹിസ്സലാം എല്ലാ വർഷവും പരിശുദ്ധ ഖുർആൻ മുഴുവനും ഒരു തവണ എനിക്ക് വന്ന് ഓതിത്തരാറുണ്ട്. എല്ലാ വർഷവും വർഷത്തിൽ ഒരു തവണ ജിബ്രീൽ വന്ന് എനിക്ക് പരിശുദ്ധ ഖുർആൻ മുഴുവനും ഓതിത്തരാറുണ്ട്. എന്നാൽ വഅന്നഹു അറദനില്ലാം ഫി ഹാദിഹി സനത്തി മറത്തൈനി, പതിവിന് വിപരീതമായി ഈ വർഷം ജിബ്രീൽ 2 തവണ വന്നു പരിശുദ്ധ ഖുർആൻ മുഴുവനും എനിക്ക് ഓതിത്തരുകയുണ്ടായി ഫാത്തിമ. അതുകൊണ്ട് വഅന്നീ ലാ അഹ്സിബു ദാലിക ഇല്ലാ ഇൻദ ഇഖ്തിറാബി അജലീ ഫത്തഖില്ലാഹ വസ്ബിരീ. നബി തങ്ങൾ പറയുകയാണ്,
ഈ വർഷം ജിബ്രീൽ 2 തവണ വന്നു. ആ 2 തവണ വരാനുള്ള കാരണം ഫാത്തിമ വന്നീ ലാ അഹ്സിബു ദാലിക ഇല്ലാ ഇൻദ ഇഖ്തിറാബി അജലി, എൻ്റെ അവധി അടുത്തിട്ടുണ്ട് ഫാത്തിമ, ഇനി ഉപ്പ കൂടുതൽ കാലം മോളെ നിന്റെ കൂടെ ഈ ദുന്യവിയായ ലോകത്ത് ബാക്കിയുണ്ടാവുകയില്ല. ഇത് കേട്ടപ്പോഴാണ് ഫബക്കയിത്തു, ഞാൻ കരഞ്ഞു പോയത്. എൻ്റെ പിതാവ്, എൻ്റെ ഉമ്മ നേരത്തെ വിട പറഞ്ഞു പോയതാണ്. ഖദീജ ഉമ്മ, ഇതാ എൻ്റെ എല്ലാമായ എൻ്റെ പിതാവ് കൂടെ എന്നോട് വിട പറയാൻ പോകുന്നു ഈ ദുന്യവിയായ ലോകത്ത്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ പിതാവ് വിട പറയുകയാണല്ലോ എന്നോർത്തിട്ട് ഞാൻ കരഞ്ഞപ്പോൾ എൻ്റെ പൊറുതികേട് ലോകത്തിൻ്റെ ലോകത്തിൻ്റെ നേതാവ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടപ്പോൾ എൻ്റെ 2ാമത്തെ ചകിടിൽ സ്വകാര്യം പറഞ്ഞു തരികയാണ്. അമാ തർളീനി അൻ തകൂനി സയ്യിദത നിസാഇൽ ആലമീൻ. ഫാത്തിമ കരയേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. ഒരു സന്തോഷ വാർത്ത ഉപ്പ അറിയിച്ചു തരട്ടെ മോളെ നിനക്ക്. ഫാത്തിമ ബീവിയോട് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, നിനക്ക് ഇഷ്ടമല്ലയോ അൻ തകൂനി സയ്യിദത നിസാഇൽ ആലമീൻ, ലോകത്തുള്ള മുഴുവൻ പെണ്ണുങ്ങളുടെയും സ്വർഗത്തിൽ വരുന്ന മുഴുവൻ പെണ്ണുങ്ങളുടെയും നേതാവ് ഫാത്തിമ നീയാണ് കേട്ടോ. ഇതാണ് 2ാമത്തെ സ്വകാര്യം എന്നറിയുമോ? 2ാമത്തെ സ്വകാര്യം. ഈ സ്വകാര്യം അങ്ങ് ഫാത്തിമ ബീവി കേട്ടപ്പോൾ ഫളഹിഖ്തു, ഞാൻ ചിരിച്ചു എന്ന് ഫാത്തിമ ബീവി ആയിഷ ബീവിയോട് പറയുകയാണ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, മുത്തുനബിയുടെ മകളായ ഫാത്തിമ ബീവിയാണ് സ്വർഗത്തിലെ മുഴുവൻ പെണ്ണുങ്ങളുടെയും നേതാവ്. ആ ഫാത്തിമ ബീവിയുടെ 2 മക്കളാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. അവരുടെ സന്താന പരമ്പരയിലൂടെ ലോകത്ത് പരന്ന മഹാന്മാരാണ് ബഹുമാനപ്പെട്ട അഹ്ലുബൈത്ത് സാദാതീങ്ങൾ തങ്ങന്മാർ. അപ്പൊ നബി തങ്ങളോട് ഒരാൾക്ക് മഹബത്തുണ്ടോ എന്ന് തെളിയിക്കേണ്ടത് എങ്ങനെയാണ്? ഒരാൾക്ക് നബി തങ്ങളോട് മഹബത്തുള്ള ആളാണ് എന്ന് തൊള്ള കൊണ്ട് പറഞ്ഞാൽ പോരാ. ഞാൻ നബി തങ്ങളോടല്ല മഹബത്തുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ പോരാ. നബി തങ്ങളോട് ഒരാൾക്ക് മഹബത്തുണ്ടെന്ന് തെളിയിക്കണമെങ്കിൽ 1ാമത്തെ ഗുണം, 1ാമത്തെ വിശേഷണം വേണ്ടത് മഹബത്തു അഹ്ലി ബൈത്തി റസൂലില്ലാഹ്. അവിടുത്തെ തഹീലത്തി അദ്രിക്നി യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹി ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി أدركني يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا رسول الله. فاق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم وكلهم من رسول الله ملتمس ورفا من البهر أو رشفا من الديم وواقفون لديه عند هدهم
من نكتة العلم أو من شكلة الحكم دع ما ادعته النصارى في نبيهم واحكم بما شئت مدها فيه واحتكم فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا خير الخلق كلهم ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉലമാക്കളെ, മുതഅല്ലിമീങ്ങളെ, മഹത്തായ ഈ മജ്ലിസിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അൽഹംദുലില്ലാ മഹത്തായ നമ്മുടെ ഇവിടെയുള്ള ജുമുഅത്ത് പള്ളിയുടെ കീഴിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ 2 ദിവസമായി ഇവിടെ നടത്തുന്ന ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തായ മദ്ഹ് ഷരീഫിൻ്റെ മജ്ലിസിലാണ് നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മളിരിക്കുന്ന ഈ സദസ്സ് മുത്തുനബി തങ്ങളുടെ പേരിലുള്ള സദസ്സാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പരിപൂർണമായ അതവോടുകൂടെ ആയിരിക്കണം മഹത്തായ ഈ സദസ്സിൽ നമ്മൾ ഓരോരുത്തരും ഇരിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, റസൂലുള്ളാഹിൻ്റെ സദസ്സായതുകൊണ്ട് തന്നെ അവിടുത്തെ പേര് കേൾക്കുമ്പോൾ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാനുള്ള അവസരം നമുക്ക് ഈ വേദിയിലുണ്ട്. ആ അവസരങ്ങളെ കൂടുതൽ ഉപയോഗപ്പെടുത്താൻ എൻ്റെ ഉമ്മമാര്, സഹോദരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നബിതങ്ങളെ മുറുക്ക പിടിക്കുക, അവിടുത്തെ മഹബത്ത് വെക്കുക എന്നതല്ലാതെ മറ്റു വഴികളൊന്നും രക്ഷപ്പെടാനില്ല. വ്യക്തിപരമായി നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ ഇബാദത്തുകളൊക്കെ ഏറെ ന്യൂനതകൾ നിറഞ്ഞതാണ്. ഒരൊറ്റ നിസ്കാരം തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെ പരിപൂർണാർത്ഥത്തിൽ മറ്റു ദുന്യവിയായ ചിന്തകളൊന്നും കൂടാതെ നിസ്കരിച്ചു എന്ന് പറയാൻ ധൈര്യമുള്ളവർ വളരെ കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുമാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ
നിത്യേനയെന്നോണം ദോഷങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയകളും മറ്റും വികസിച്ച ഈ കാലഘട്ടത്തിൽ കൂടുതൽ ഹറാമിലേക്കുള്ള വഴികൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുകയാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ വിജയിക്കുവാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ മഹല്ല് ജമാഅത്ത് അൽഹംദുലില്ലാഹ് വളരെ വിപുലമായി നല്ല സംവിധാനത്തോടുകൂടെ നല്ല അലങ്കാരത്തോടുകൂടെ വലിയ രൂപത്തിൽ തന്നെയാണ് മഹത്തായ ഈ മജ്ലിസ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളത് തീർച്ചയായും നമുക്കൊക്കെ അല്ലാഹു നൽകിയ വലിയൊരു സൗഭാഗ്യം തന്നെയാണ്. അതുകൊണ്ട് ഈ സദസ്സിൻ്റെ പുണ്യം നമ്മൾ കരഗതമാക്കുന്നവരായി നമ്മൾ മാറണം. ഈ സദസ്സിൻ്റെ ബറക്കത്ത് നേടുന്നവരായി നമ്മൾ മാറണം. ഈ സദസ്സിൽ നമ്മുടെ പ്രയാസങ്ങളൊക്കെ ഇറക്കി വെക്കാൻ പറ്റുന്ന മജ്ലിസാണ്. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടികളിൽ പ്രമുഖനായ കുഞ്ചിലം തങ്ങൾ തന്നെയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ വേദിയിൽ നമുക്ക് ദുആ ചെയ്തു തരാൻ വേണ്ടി വരുന്നത് എന്നതും നമുക്കേറെ സന്തോഷം പകരുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സദസ്സിൻ്റെ പുണ്യം നേടുവാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. മറ്റു ചിന്തകളൊക്കെ കൽബിൽ നിന്ന് ഒഴിവാക്കി മറ്റു ആലോചനകളൊക്കെ ഹൃദയത്തിൽ നിന്ന് മാറ്റിവെച്ച് അള്ളാന്റെ റസൂലിനെ മനസ്സിൽ കൊണ്ടുവന്ന് പരിശുദ്ധമായ മദീനയെ കൽബിൽ കൊണ്ടുവന്ന്